ചെന്നൈ സെന്റ് തോമസ് മൗണ്ട് അതിന്റെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാര്യം കാണിക്കാം. ഒരു സർപ്രൈസ് ആണ് ഇത് ഗൈസ്. സ്പൈസ് ജെറ്റാണ്. ഞങ്ങൾ ഇത്ര നേരം അവിടെ നിൽക്കുമായിരുന്നു ഗൈസ്. കാണാമെന്ന് അറിയത്തില്ല. ഫുള്ള് ഭയങ്കര മഴ പെയ്തു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി നമുക്ക് അവിടെ അവിടെ മഴ പെയ്യും. അടുത്ത ഫ്ലൈറ്റ് അടുത്തൊരു ഫ്ലൈറ്റ് വരുന്നിട്ട് കാണിക്കാം. കഴിഞ്ഞ വീഡിയോക്കകത്ത് എല്ലാവരും കമൻറ്റ് ചെയ്തു. അവിടെ കുറേ ഗൈസ് പറയുന്നത് അത് പക്ഷേ മാറ്റം വരുന്നില്ല. കാരണം നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് നമ്മൾ വില കൂട്ടുന്നത്. കുറയ്ക്കാം. ഞങ്ങൾ മാക്സിമം കുറയ്ക്കാം. നാളെ ഈ വീഡിയോയിൽ നാളത്തെ വീഡിയോയ്ക്ക് അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ട്രെയിനിൽ ഇങ്ങ് പോകുന്നു. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പോലും എടുത്തില്ല. ഇങ്ങോട്ട് വരാനുള്ള കിട്ടാനില്ല. കാരണം പിള്ളേരൊക്കെ ഇപ്പം തിരിച്ച് നാട്ടിൽ പോലെ ദീപാവലിയും ഒക്കെ നാട്ടിൽ പോലെ. ഇങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. ഇതാണ് തോമസ് ലീഗ കൊണ്ടുവന്ന പള്ളി, സെന്റ് തോമസ് മൗണ്ട്. അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തി. അങ്ങൊരു പൊട്ടുപോലെ കാണാൻ വരുന്നുണ്ട്. ഇവിടാണ് ഗൈസ് എയർപോർട്ട് വരുന്നത്. ചെന്നൈ എയർപോർട്ട് അവിടെയാണ്. ഒരു വ്യൂ കാണിക്കാം. ഇതാണൊരു വ്യൂ. മഴ പെയ്യുന്നുണ്ട്. രാവിലെ ഇറങ്ങി. രാവിലെ റെഡിയാവുന്നതും കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പണ്ടല്ലൂർ സൂയിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ റൈഡിങ് ഒന്നും ഞാൻ കാണിക്കാനൊന്നും പറ്റുന്നില്ല. കണ്ണാടി വെക്കാതെ പറ്റത്തില്ല. പുറത്തിറങ്ങാൻ കയ്യിലൊന്നും ഇല്ലാതെ പറ്റത്തില്ല. മേടിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് മേടിക്കണം. കട തുറന്നിട്ടില്ല. ഇപ്പോൾ സമയം 10 മണിയാണ്. പക്ഷേ കട ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ അത് കാണിക്കാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണിക്കാം. ഞങ്ങളിപ്പോൾ സൂയിലോട്ട് 3 കിലോമീറ്റർ പോകും. ബാക്കി അവിടെ കാണിക്കാം. സൂവിലെത്തി. ഞങ്ങൾ സൈക്കിൾ എടുത്ത് 35 രൂപ. 500 ഡെപ്പോസിറ്റ് 35 രൂപ വെച്ച് 2 സൈക്കിൾ എടുത്ത്. അല്ല ഇവിടെ മൊത്തം നടന്ന് കാണിച്ച സീന. വെയിലാണ്, സുരക്ഷയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചവിട്ടി കൊണ്ട് പോകുന്നിടയ്ക്ക് ഞങ്ങൾ ഒന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ കുറേ വർഷം അവിടെ ഞങ്ങളിങ്ങനെ പോകുന്നു. കാണിക്കാം. ഇനി കാണിക്കാം. ഇനി ഞങ്ങൾ മുമ്പ് കൊരങ്ങനെ ഇറക്കാം. അതിപ്പോൾ എന്താ കാണിക്കാൻ? കാണിക്കാം. പോവാം. കേട്ടോ കേട്ടോ. ഈ സ്കൂൾ പിള്ളേരുണ്ട് കൈസ് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് സൈക്കിളും ചവിട്ടി പോകുന്നു. ഇതിനാണ് ബെല്ലില്ല. ഇവിടെ ബെല്ലില്ലാത്തതുകൊണ്ട് ഈ കുയ്യൊക്കെ വിളിക്കണം. ഇല്ലായിട്ടൊന്നും മാറി തരത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റണം. നല്ല രസമാണ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകാൻ. ഭയങ്കര കുട്ടിക്കാലത്തിലൂടെയൊക്കെ പോവാണ് ഗൈസ്. ബാക്കിയോട്ടേക്ക് ലൈവായിട്ട് വീഴുന്നതൊക്കെ കളിക്കാം. നോക്കട്ടെ. ഇത് ബെല്ലില്ലാത്തതുകൊണ്ടാണ് മാടിനെ കാണിക്കാം ഗൈസ്. മാട് ഇതാണ് കാട്ടുപോത്താണ് ഗൈസ്. കാട്ടുപോത്ത്. അതെ. ഗൈസ് മാൻ ഇറങ്ങിപ്പോയി ഗൈസ്. മാൻ അപ്പുറത്തെ പുലി ഉണ്ടെന്ന് പറയുന്നത്. എന്ത് മാനൊക്കെ തന്നെ കഴിക്കാറൊക്കെ വരുമോ? മാനൊക്കെ തന്നെ കഴിക്കാനൊക്കെ എന്തല്ലേ ഇങ്ങനെ തോന്നിയ പോലെ വെള്ളം. ഓ മഞ്ഞ വരെ ഇരിക്കും. എന്തൊക്കെ ഉണ്ട്. ഞാൻ മുണ്ടിയാണെന്നറിയാമോ? പിന്നെ നമ്മൾ അല്ലാതെ സ്റ്റീൽ കുപ്പിക്കാതെ കൊണ്ടുവരണം തോന്നുന്നു. ഇവിടെ വെള്ളം കയറണമെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വഴി കളഞ്ഞിട്ട് പോകത്തില്ല. എന്നാലും നമ്മൾ സൈക്കിൾ എടുത്തില്ല. സത്യം ഇതുവരെ ഇവിടെ കത്ത് മഴത്ത് കിടക്കുന്നുണ്ട്.
സൈക്കിൾ എടുത്തില്ല ആവശ്യമായിരുന്നു ഈ പിടിക്കാൻ. എന്താണ് സൈക്കിൾ എടുത്തില്ല ഇപ്പോൾ ആവശ്യമായിരുന്നു. അതെ, ഇത് ബെല്ലടിച്ചേക്ക്. അല്ല പിന്നെ 2 പേർക്ക് ചവിട്ടാൻ പറ്റുന്ന ആ സൈക്കിൾ അതല്ലേ? സത്യം. എടാ ബ്രേക്ക് അടിച്ച സീനാടാ. ബ്രേക്കില്ല കേട്ടോ ഇത്. ബംഗാൾ ടൈഗർ എന്നാണ് പറയുന്നത്. ബംഗാളി. അങ്ങോട്ട് അപ്പുറത്ത് വേറൊന്നുണ്ട്, അത് കാണിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറിയ ആനക്കൊണ്ടത് യെല്ലോ ആനക്കൊണ്ടാണ്. യെല്ലോ ആനക്കൊണ്ട് ചെറുതാണ്, തീരെ ചെറുതാണ്. എന്താ പറയാൻ? ബ്രോ ഇഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ചോദിക്കുക, അമ്മ സമ്മതിക്കത്തില്ല. എന്താണ് പറയാൻ? വേറെ അപ്പുറത്ത് കുറേ നോക്കട്ടെ. നമ്മളിപ്പോൾ ഫസ്റ്റ് ബോർഡ് കണ്ടപ്പോൾ ഇവിടെ നോക്കാം, അവിടെ വേറെ കാണിക്കാൻ പറ്റും നോക്കാം. മറ്റേ നമ്മൾ മൈസൂരാണ് സൂവിനേക്കാളിലും കുറേ കൂടെ ഉണ്ടല്ലേ? ഏരിയ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഏരിയ കൂടെ ഉണ്ട്, പക്ഷേ ഏക്കർ കണക്കിന്. പക്ഷേ സിംഹത്തിനെ കണ്ടില്ലല്ലേ? സിംഹം കണ്ടില്ല. അങ്ങനെ കുറച്ച്. പക്ഷെ മൈസൂർ പോയി കുറേയും കൂടെ ഭയങ്കര കെയറിങ് ആയിരുന്നു എല്ലാത്തിനും. ഭയങ്കര എല്ലാവരും ഇവിടെ ഇപ്പോൾ പഴയ അത്ര സുഖമില്ല. എന്നിട്ടും കൊള്ളാം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കുറേ സംസാരിക്കാൻ. കപ്പിൾസിനെ കൊണ്ട് പോകും. സെറ്റ് ഫാമിലി ആയിട്ടും ഒക്കെ ആണെങ്കിലും കുറേ ഇതുണ്ട്. ഫാമിലി ചിലപ്പോൾ ഉണ്ട്. ക്ലാസ്സിലായിരുന്ന മിണ്ടായിരിക്കുന്ന പറയാം. ഇതുണ്ട് അവിടുത്തെ കാണിക്കുന്നുണ്ട് ഓരോരുത്തന്മാര്. പാർട്ടിയൊക്കെ വന്നിട്ട് എന്ത് കാണിക്കുന്നു? ആ ஓ அங்கே இருக்கு அங்கே. டேய் வாங்க. சின்ன பாம்பு. சின்ன பச்சனை பாம்பு. பச்சனை ഗോൾഡ് ബൈറ്റ്. ഇതെന്ത് കാണാൻ പറ്റുന്നില്ലല്ലോ? നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ പെരുമ്പാമ്പ്. ലോക്കൽ പാമ്പ്. ഇതും അത് തന്നെയാ തോന്നുന്നു അല്ലേ? ഇതും അത് തന്നെ. ഇതിനെ കുറച്ച് മുതുക്ക് സാധനം കാണാൻ പറ്റില്ല. ഇതിനകത്തൊന്നും വെട്ടമില്ല. ഇന്ത്യൻ കോബ്ര കാണാൻ പറ്റുന്നില്ലല്ലോ ഒന്നിനെ. നമ്മളെ സ്വകാര്യ അഹങ്കാരമായ ചെറിയല്ലേ? ചെറുതാണോ? സാൻഡ് ബോയ് മണ്ണി കാണും. ഇടയിൽ ഇല്ല, അങ്ങോട്ട് പോട്ടെ. കാണാൻ പറ്റത്തില്ല ഇതിനകത്ത്.
ഒന്നുമില്ല. പോയി. ദേ ദേ ദേ. ഇവിടെ സ്നേക്സിൻ്റെ എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ല അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. പോയി നോക്കാം. ഒരു മുതുക്ക് സാധനത്തിനെ കണ്ട കൊള്ളാല്ലേ? അതെ അതെ. ഏതാ മൈസൂർ പെട്ട സാധനമായിരുന്നത്. ഇത് വെള്ളത്തിലുണ്ട്. കണ്ടോ ഇവിടുത്തെ ചൂട് കാരണം നല്ല രസമാണ്. അതെ അതെ. അയ്യോ വെള്ളം കളയത്. അതെ അതെ. ഇവിടെ 35 ഡിഗ്രി എന്തായാലും ഉണ്ട് എപ്പോഴും. 35 അതെടാ ഇപ്പൊ പൊട്ടാ സൗണ്ട് കേട്ടോ. കാണിക്കാം. ഓ മച്ചാനെ നോക്കൂ നോക്കൂ നോക്കൂ. ഇവിടെ മുടിഞ്ഞ വീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ ഈ സമയത്ത് ഇവിടെ 35 ഡിഗ്രിയാണ്. 11:30 പോലും ആയിട്ടില്ല. ഫുള്ള് ഈ സമയത്ത് ഇപ്പോഴും നല്ല വെയിലാണ് ഇവിടെ. മടുത്തു. ഇവിടെ ഇടയ്ക്കിങ്ങനെ ചൂട് കാരണം ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം. ഓ പറയുക. ഞങ്ങൾ സൂലൊക്കെ പോയി വെയിൽ കൊള്ളാൻ വേദന ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് കയറി കിടന്ന് ഒറ്റ ഉറക്കമൊക്കെ തുടങ്ങി. ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഫോണ്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫുള്ള് ഇവിടെ താട്ടുകാർ മൊത്തം ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നടക്കാറുണ്ട്. അതെ അതെ. അപ്പോൾ ഞങ്ങളപ്പോൾ ചുമ്മാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഈയിടെ 2 പിള്ളേർ. അതെ അതെ 2 പിള്ളേർ മരിച്ചു. എത്ര പേര് പിള്ളേർ ക്ലോസ് ചെയ്യും. അത് 2 വെള്ളത്തിലങ്ങനെ ഇറങ്ങിപ്പോയി. ഫുള്ള് സെക്യൂരിറ്റി ആണ്. ഫുള്ള് ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണ് അപ്പോഴേ സ്പീക്കറൊക്കെ വിളിച്ച് കാണിക്കാം. ഇതുണ്ടോ അവിടെ ഇതിൽ കൂടെ ഒക്കെ ഫുള്ളും വിളിച്ച് പറയും. നിങ്ങളെ വ്യൂ കാണിക്കാം. ഇവര് ഉണ്ടാക്കിയെടുത്തൊരു സ്ഥലമാണിത്. അവിടാണ് ഫ്ലൈറ്റ് ലാൻഡിങ് സ്ഥലം. ഫ്ലൈറ്റ് വരെയാണ് കാണിച്ചു തരാം. ഭാഗത്തായിട്ട് വരും. കാണിക്കാൻ കേസിനും ബാക്കി ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു പാർക്കുകളുണ്ട്. നല്ല ഇങ്ങനെ പിള്ളേർക്കൊക്കെ നാട്ടിൻപുറത്തുള്ള പിള്ളേർക്കൊക്കെ വന്നിങ്ങനെ കാണാമല്ലോ. എല്ലാ ദിവസവും ഒരുപായിട്ടൊരു ബോട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോവാം. പിന്നെ നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിങ്ങനെ അത് പറയണം. നമ്മൾ ശരിക്കും വന്ന കാര്യം ഞങ്ങൾ ചെന്നൈ ചുമ്മാ കറങ്ങാൻ വന്നത്. ബിഗ് സർപ്രൈസ്. അടുത്ത വീഡിയോ സെറ്റാക്കാം. അതെ നിങ്ങൾ പുതിയ വീഡിയോ നമുക്കറിയാം. അതെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും വെയിറ്റിംഗ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെല്ലാം അറിയാം. അതെ അതെ സാധനം വരുന്നുണ്ട്. കാര്യമായിട്ട് വന്നതാണ് ഞങ്ങൾ. എല്ലാവരും ചുമ്മാ ചുമ്മാ കറങ്ങാൻ വന്നു. ചെന്നൈ വന്നതിന് വലിയ ഞങ്ങൾ രഹസ്യമുണ്ട്. കാണിക്കാം. വിചാരിച്ച് ചുമ്മാ. അതെ അതെ ചുമ്മാ അങ്ങനെ വെയിറ്റ് ആൻഡ് സീ. യെസ് യെസ് യെസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ എൻഡ് ചെയ്യുക. അപ്പോൾ അന്ന് നമുക്കിത് എൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാം. ഊരിലേക്ക് പോയാൽ 2 ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ദിവസമായി. പിന്നെ അവർക്ക് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ അതെ. അതിന് പോവുക. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ ബൈ.